ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് കൂടുതൽ മലയാളികൾ മടങ്ങിയെത്തി. പുലർച്ചെയുള്ള വിമാനത്തിൽ 14 മലയാളികളാണ് മടങ്ങിയെത്തിയത്. ഇതിൽ 12 പേർ വിദ്യാർത്ഥികളാണ്. 2000-ലധികം ഇന്ത്യക്കാരാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യൻ പൌരന്മാരുമായി 3 വിമാനങ്ങളും ഇന്ന് ഡൽഹിയിലെത്തും. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഒരു സമവായ ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നു. ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിലും ഓപ്പറേഷൻ സിന്ധു തുടരുമെന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഓപ്പറേഷൻ സിന്ധു തുടരുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. രാജ്യത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ എത്രയും പെട്ടെന്ന് മടക്കി എത്തിക്കുവാനുള്ള നടപടികൾ തന്നെ പുരോഗമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ 2000-ലധികം ഇന്ത്യക്കാരെയാണ് ഓപ്പറേഷൻ സിന്ധുവിൽ മടക്കി എത്തിച്ചത്. ഇറാനിൽ നിന്നുള്ളവരാണ് ഇതിലെത്തിയതിൽ ഏറെ ഭാഗവും. ഇസ്രയേലിൽ നിന്നുള്ള 3 വിമാനങ്ങൾ, ഇന്ത്യൻ പൗരന്മാരുമായുള്ള 3 വിമാനങ്ങൾ ഡൽഹിയിലേക്ക് എത്തുകയാണ്. 8 മണിയോടുകൂടി തന്നെ ഒരു വിമാനം എത്തും. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു ഈ വിമാനം എത്തേണ്ടിയിരുന്നത്. പക്ഷേ ഈ വ്യോമപാതയടക്കം അടച്ച സാഹചര്യത്തിൽ വിമാനം വൈകുകയായിരുന്നു. എന്തായാലും 8 മണി കഴിയുന്നതോടുകൂടി ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരുമായുള്ള വിമാനം എത്തുകയാണ്. ഇതിൽ 2 മലയാളികൾ ഉണ്ടെന്നതാണ് ഇപ്പോൾ നമുക്ക് PRDയിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ ഇന്ന് 8:45-നും 11:30-നും 2 വിമാനങ്ങൾ കൂടി വരുന്നുണ്ട്. അത് പാലം വിമാനത്താവളത്തിലാണ് ആ ഇന്ത്യക്കാരുമായുള്ള വിമാനം എത്തുക. എന്തായാലും ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇറാനിൽ നിന്നുള്ള ഒരു സംഘം എത്തിയിരുന്നു. അതിൽ 14 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. 12 പേർ വിദ്യാർത്ഥികളായിരുന്നു. ഇതോടൊപ്പം തന്നെ 20ഓളം മലയാളികളാണ് ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയത്. ഇസ്രായേലിൽ നിന്നും നിരവധി പേർ മടങ്ങിയെത്തുന്നുണ്ട്. എന്തായാലും രാജ്യത്തേക്ക് മടങ്ങിയെത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഉടൻ തന്നെ എത്തിക്കുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുന്നു. സാഹചര്യം സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ധു തുടരുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.